നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ ദിവസത്തിൽ ഈ മാർച്ച് മാസം 25-ാം തീയതി ഈ ദേവാലയത്തിൽ നമ്മളെ ആകർഷിച്ചുകൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വചനിപ്പ് പെരുന്നാളെന്നറിയപ്പെടുന്ന ഈ വലിയ പെരുന്നാൾ ദിവസത്തിൽ നടക്കേണ്ട ചില അത്ഭുതങ്ങളുണ്ട്. അത് നടക്കുവാനും അത് നടത്തപ്പെടുവാനും തൊക്കെയാണ് നമ്മൾ ഒരുങ്ങുകയാണ്, തയ്യാറാകുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വായിച്ചതായ തിരുവചനങ്ങൾ ഈ വചനിപ്പ് പെരുന്നാളിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യവും അതിൻ്റെ പ്രയോജനവും എല്ലാം നമ്മളെ അറിയിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ ശിംശോന്റെ ജനനത്തെ അറിയിക്കുവാൻ, ജനനവാർത്ത അറിയിക്കാനൊരു ദൈവദൂതൻ മനോഹ എന്ന ആളിൻ്റെ കുടുംബത്തിൽ വരുന്നതായി നമ്മൾ കാണുന്നു. ഇസ്രായേൽക്കാർക്ക് എപ്പോഴാണ് അങ്ങനെ ശിംശോൻ ജനിച്ചതെന്നുള്ള കാര്യം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 വർഷത്തോളം ഫെലിസ്ത്യരുടെ കയ്യിലേൽപ്പിച്ചു. ഇപ്പോൾ മനുഷ്യജാതി ദൈവേഷ്ടം ചെയ്യാതെ പിശാചിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് അവരുടെ പ്രാണനെല്ലാം പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലയളവിൽ അവരെ വീണ്ടെടുക്കാൻ വേണ്ടി പാതാളം വരെ ഇറങ്ങിച്ചെന്ന് മനുഷ്യൻ്റെ പ്രാണനെ രക്ഷിക്കുന്ന കന്യഗർഭിണിയായി പ്രസവിക്കാൻ പോകുന്ന ആ പൈതലിൻ്റെ കാര്യം അറിയിക്കുവാൻ കന്യമറിയാമിൽ നിന്ന് ജനിക്കുന്ന ഇമ്മാനുവേൽ അല്ലെങ്കിൽ യേശുക്രിസ്തു മനുഷ്യരുടെ പാതാളത്തിലേക്ക് പോകുന്ന പ്രാണനെ വീണ്ടെടുക്കാൻ പാതാളം വരെ ഇറങ്ങിച്ചൊല്ലുവാൻ മനുഷ്യ ശരീരം ധരിക്കണമെന്നുള്ള ആ വലിയ സത്യം മാതാവിനെ അറിയിച്ച സുദിനമാണ് ഈ മാർച്ച് മാസം 25-ാം തീയതി. അതുകൊണ്ട് ഇതിനെ വചനിപ്പ് പെരുന്നാൾ എന്ന് നമ്മൾ വിളിക്കുന്നു. ആ വചനിപ്പ് പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ 40 വർഷം ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ ആക്രമിക്കപ്പെട്ട് കിടന്നപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശിംശോൻ ജനിക്കാൻ പോകുന്ന കാര്യം അറിയിച്ചത്. മനുഷ്യജാതിയുടെ മുഴുവൻ വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തു ജനിക്കുന്ന കാര്യമാണ് മറിയാമനോട് മാലാഹ പറഞ്ഞത്. തുടർന്നുള്ള വേദഭാഗത്തിൽ നിന്ന് ഇന്ന് നടക്കേണ്ട അത്ഭുതം എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദാൻ ഗോത്രത്തിൽ സോരായിൽ നിന്നുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവന് മനോഹ എന്ന പേരായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നുകൊണ്ട് പ്രസവിച്ചിരുന്നതുമില്ല. ഇപ്പോൾ വന്ധ്യത്വത്തിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടെന്നുള്ളൊരു കാര്യം, ദൈവഹിതപ്രകാരം ദൈവഭക്തി നടപ്പിലാക്കാൻ പറ്റിയ മക്കൾ ജനിക്കാൻ മാതാപിതാക്കൾ ഒരുങ്ങുന്നത് വരെ ഗർഭം അടയ്ക്കുവാൻ കർത്താവിന് കഴിവുണ്ട്, തക്ക സമയത്ത് തുറക്കാനും കഴിവുണ്ടെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ. മനോഹയുടെ ഭാര്യ ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ വന്ധ്യയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പം വിവാഹിതരാകുന്ന ഭാര്യാഭർത്താക്കന്മാർ പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു പൈതലിനെ എനിക്ക് തരണം, അല്ലെ ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങളെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദൈവപദ്ധതി നടപ്പിലാക്കി രക്ഷയുടെ അനുഭവമുള്ളവരും രക്ഷയുടെ അനുഭവം മറ്റുള്ള കൊടുക്കുന്നവരുമായിരിക്കും എന്നുള്ള പാഠം ഇവിടെ പഠിപ്പിക്കുന്നു. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ഈ വ്യവസ്ഥകൾ ദൈവപദ്ധതി നടപ്പിലാക്കുന്ന ഒരു പൈതലിനെ കിട്ടുവാനുള്ള വ്യവസ്ഥയായിരുന്നു. ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാരുടെ ആഹാരപാനീയങ്ങൾ, പെരുമാറ്റ ശൈലികൾ ദൈവപദ്ധതി നടപ്പിലാക്കാൻ പറ്റിയതൊക്കെ ക്രമീകരിച്ചാൽ നമ്മുടെ ഉള്ളിലും യേശുക്കുഞ്ഞ് ജനിക്കുമെന്നുള്ള കാര്യം പ്രത്യാശിക്കുക എന്നുള്ളട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. ആ കന്യകയ്ക്ക് കന്യക ആയിരുന്നുകൊണ്ട് തന്നെ യേശുക്കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മളെ അറിയിച്ചുകൊണ്ടാണ് വചനിപ്പ് പെരുന്നാൾ എല്ലാ വർഷവും 2 പ്രാവശ്യം നടത്തുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന വലിയ പെരുന്നാളാണ് വചനിപ്പ് പെരുന്നാൾ. എല്ലാ മാർച്ച് മാസം 25-ാം തീയതിയും ഈ പെരുന്നാൾ നടക്കും. ക്രിസ്മസിന് മുമ്പായി ഈ വചനിപ്പ് പെരുന്നാൾ ഒന്നുകൂടെ നടത്തുന്നുണ്ട്. എന്താണ് മനോഹയുടെ ഭാര്യയോട് ദൈവദൂതൻ കൊടുത്ത വചനത്തിൻ്റെ ദൂതെന്തായിരുന്നു? നീ ഗർഭം ധരിച്ച് മോനെ പ്രസവിക്കും, അവൻ തലയിൽ ശവരക്കെത്തി സ്പർശിക്കരുത്, ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും, അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ തുടങ്ങും.
ഇപ്പം നാസീറായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജനന വാർത്തയാണ് അറിയിച്ചത്. ദൈവപദ്ധതിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് വ്രതത്തോടെ ജീവിക്കുന്ന ആളുടെ പേരാണ് നാസീർ. നാസീർ വ്രതം ആചരിക്കുന്നയാളെന്നുള്ളതാണ്. പഴയ നിവാദത്തെ നാസീർ വ്രതക്കാർ മുടി ക്ഷൗരം ചെയ്യിക്കാതെ വളർത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യേശുവിൻ്റെ പടത്തിൽ നമ്മൾ യേശുവിൻ്റെ മുടി വളർത്തിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. കർത്താവ് നാസീർ വ്രതക്കാരനായിരുന്നു. യേശു നാസീർ വ്രതക്കാരനായിരുന്നുകൊണ്ടാണ് തൻ്റെ മുടി നീട്ടിയിരുന്നത്, സ്ത്രീകൾ മുടി നീട്ടുന്നത് പോലെ നീട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടാൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലം മാതാവിനെ പോലെ തന്നെ യേശു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പറ്റിയ ഒരവസ്ഥയിലേക്ക് നമുക്ക് സംരക്ഷിക്കപ്പെടുവാൻ ഒരുക്കപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം ഈ വചനിപ്പ് പെരുന്നാളിൻ്റെ ദിവസം വായിക്കുന്നത്. അങ്ങനെ ഭാര്യയ്ക്കാണ് ആദ്യമായി വചനിപ്പിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഭർത്താവ് വീട്ടിലില്ല. ഭാര്യ ആ കാര്യം ഭർത്താവിനെ അറിയിക്കുന്നു. സ്ത്രീ ചെന്ന ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ രൂപം ഒരു ദൈവദൂതനെ പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. അവൻ തൻ്റെ പേരെന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത്, ബാലൻ ഗർഭം മുതൽ മരണദിവസം വരെ ദൈവത്തിന് ആശ്രയിലായിരിക്കും എന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് കൽപ്പിച്ചു, യഹോവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കുവാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ഭാര്യയ്ക്കുണ്ടായ വെളിപ്പാട് ഭർത്താവിന് ലഭിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭാര്യമാർക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ ഭർത്താക്കന്മാർക്കൂടെ കിട്ടാൻ രണ്ടുപേരുടെ വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. വെളിപ്പാടുകൾ പല സമയത്ത് പല രീതിയിലാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഒന്നിച്ചാകണമെന്നില്ല. അപ്പോൾ ഭാര്യമാർക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ ഭർത്താക്കന്മാർക്കൂടെ കിട്ടാൻ ആ വിവരം ഭർത്താക്കന്മാരെ അറിയിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വെളിപ്പാടുകൾ അല്ലെങ്കിൽ വചനിപ്പുകൾ ആവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. ഭാര്യയ്ക്കുണ്ടായ വചനിപ്പിൻ്റെ സന്ദേശം ഭർത്താവിന് ലഭിക്കുന്ന വേറെ സമയത്താണ്. അവർ രണ്ടുപേരും കൂടെ ആ കുഞ്ഞിനെ പിന്നെ വളർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവരെ ഭാര്യമാർക്കോ ഭർത്താക്കന്മാർക്കോ ആദ്യം സന്ദേശം കിട്ടിയാൽ അത് രണ്ടുപേർക്ക് ലഭിക്കുന്നിടം വരെ നിങ്ങൾ കാത്തിരുന്ന് വീണ്ടും വചനിപ്പ് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ജനിച്ചതാണോ? ഏതായാലും നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയായി യേശു കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായിരിക്കുന്നു. നമുക്ക് കന്യമറിയാവിനെ പോലെ കന്യകയായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ദേഹിയുടെ മണ്ഡലങ്ങൾക്ക് യേശു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പ്രസവിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് സഭയുടെ ആ ഇൻകാർണേഷൻ എന്ന് പറയുന്ന കാര്യം, ആ കർത്താവിൻ്റെ മനുഷ്യാവതാരം ഇന്നും എല്ലാ വിശ്വാസികളിലൂടെയും തുടരുകയാണ്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. സഭ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയയുടെ തുടർച്ചയാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇതുപോലൊരു വചനിപ്പിന് ശേഷമുള്ള കർത്താവിൻ്റെ രഹസ്യമായ ജനനവും പരസ്യമായ ജനനവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. എങ്കിലേ നമുക്ക് തലയോട് ചേരുന്ന ഉടലാകാൻ സാധിക്കുകയുള്ളൂ. തലയായ ക്രിസ്തുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് സ്വർഗാരോഹണം ചെയ്യിച്ച മാതാവ് നമ്മുടെ കൂടെ വന്ന് ആ തലയോട് ചേരുന്ന ഉടലിനെയും ഗർഭം ധരിച്ച് പ്രസവിച്ച് ആ തലയോട് ചേർക്കുന്ന ആ വലിയ പ്രക്രിയ സഭയിലൂടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കല്യാണത്തിന് അന്ന് മാത്രമേ സഭയുടെ ആ വളർച്ചയും രൂപാന്തരവും തേജസ്കരണവും നടക്കുകയുള്ളൂ. അതുവരെയും രഹസ്യമായി വചനിപ്പും കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയകളും തുടരുകയാണ്. ഈ വചനിപ്പ് പെരുന്നാളിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെയും വചനിപ്പ് നടക്കാത്ത ചില ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഇന്നായിരിക്കും വചനിപ്പ് നടക്കുന്നത്. അതാണ് ഇന്നത്തെ വചനിപ്പിൻ്റെ പ്രത്യേകത. അത് ഒരു ചെടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ചെടി മുളച്ച് വളർന്ന് അത് പ്രായപൂർത്തിയാകുമ്പോൾ അത് പുഷ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. പുഷ്പിക്കുന്ന അന്ന് അത് പരാഗണത്തിനായി കാത്തിരിക്കുന്നു. ആ പുഷ്പിച്ച പുഷ്പങ്ങളിൽ പൂമ്പൊടി വീഴുമ്പോൾ അത് കായായിട്ട് രൂപാന്തരപ്പെട്ട് അതിന് വേറെ ചെടിയായി വളരുവാൻ സാധിക്കും. ഇന്ന് പുഷ്പിച്ച് പരാഗണത്തിന് കാത്തു നിൽക്കുന്ന പുഷ്പങ്ങൾ ഈ വന്നിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലുണ്ട്. അവിടെ ഇതിൻ്റെ വചനമാകുന്ന പൂമ്പൊടി വീഴുവാൻ നമുക്ക് ജാഗ്രതയോടെ കാത്തിരിക്കാം. ഒരിക്കൽ പുഷ്പിക്കുന്ന വൃക്ഷം അടുത്ത വർഷവും പുഷ്പിക്കും. മാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മാവ് ആദ്യമായി പുഷ്പിക്കുന്ന സമയത്ത് വലിയ സന്തോഷമായി നമ്മൾ ആ മാവ് പുഷ്പിച്ചത് കണ്ട് സന്തോഷിക്കും.
മാങ്ങ വളരുന്നത് കണ്ട് സന്തോഷിക്കും. അത് പറിച്ച് നമ്മൾ പഴമായി ആസ്വദിച്ച് സന്തോഷിക്കുന്നത് പോലെ തന്നെ ആദ്യമായി നമ്മൾ പുഷ്പിക്കുന്ന ആ വർഷത്തിൽ യേശു കുഞ്ഞിനെ കാണാൻ വലിയ സന്തോഷമായിരിക്കും നമുക്ക്. അത് അനേകർക്ക് അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അടുത്ത വർഷം മുതൽ പിന്നെയും ഈ മാവ് പുഷ്പിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ ശാഖകളുണ്ടായി അതും പുഷ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്ന് വന്നിരിക്കുന്നവർ 2 ഇനം വിശ്വാസികളുണ്ട്. ആദ്യമായി പുഷ്പിക്കുന്ന ദേഹിയുടെ മണ്ഡലമുണ്ട്. കഴിഞ്ഞ വർഷവും പുഷ്പിച്ചതിന് ശേഷം ഈ വർഷവും പുതുതായി പുഷ്പിക്കുന്ന, അങ്ങനെ ആ ഒരേ വൃക്ഷത്തിൽ തന്നെ പുതുതായി വളർന്നു വരുന്ന ശാഖകൾ അത് പുഷ്പിച്ചിട്ട് അതും കായാകാം. ഇങ്ങനെ 2 തരം വചനിപ്പാണ് നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് വചനിപ്പ് നടന്നിട്ട് നമ്മുടെ ഉള്ളിൽ യേശു വളർന്ന് 100% വളർന്നവരുണ്ട്, 70കാരുണ്ട്, 50കാരുണ്ട്, 76കാരുണ്ട്. ഓരോ നിലയിൽ യേശു കുഞ്ഞ് പൂർണ്ണമായി വളരാതെ രഹസ്യമായി വളരുന്നവരും ഇന്ന് മാത്രം പുതുതായി ജനിക്കുന്ന യേശു കുഞ്ഞുങ്ങളുള്ള അമ്മമാരി കൂട്ടത്തിലുണ്ടെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഓരോ വ്യക്തികൾക്കും പ്രത്യേകം വചനിപ്പ് വേണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനോഹയ്ക്ക് ഭാര്യയ്ക്ക് കിട്ടിയതായ വചനിപ്പ് വേറെ സമയത്ത് കിട്ടി. അവർ 2 പേരും കൂടി ആ കുഞ്ഞിനെ വളർത്തി. ശിംശോൻ ഇസ്രായേൽക്കാർക്ക് ന്യായപാലകനായി തീർന്ന് അവരെ രക്ഷിക്കുന്ന ആളായി മാറി. ഇതുപോലെ രക്ഷകൻ എല്ലാ തലമുറയിലും എല്ലാ കാലങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും പ്രത്യേകമായി ജനിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏടി ആരംഭിക്കും. യേശു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC-യും യേശു ജനിച്ചതിന് ശേഷം AD-യുമായി നമ്മളെല്ലാവരും ആ കർത്താവിൻ്റെ കാലത്ത് കർത്താവിന് ജനിച്ച് ചരിത്രം സൃഷ്ടിക്കുന്നവരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നവർക്ക് പുതുതായി യേശു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന പുഷ്പങ്ങൾ പരാഗണം നടക്കട്ടെ. ഇതിനു മുമ്പ് പരാഗണം നടന്നിട്ടുള്ളതായ ചെടിയിലെ ഇന്നത്തെ പുഷ്പങ്ങൾ അതും പരാഗണം നടന്ന് നമ്മൾ യേശുവിൻ്റെ വരവിന് വഴിയൊരുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതിന് നിങ്ങൾ മനോഹയും ഭാര്യയും എങ്ങനെ ശ്രദ്ധയോടെ ദൈവവചനം കേട്ട് അതനുസരിച്ചോ അതുപോലെ ഞാൻ വചനം ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കേട്ടോളാമെന്ന് ഇന്ന് വായിച്ചു കേട്ട ഏതായിരുന്നു ആവർത്തന പുസ്തകമായിരുന്നു വായിച്ചത്. ഇന്ന് വായിച്ചത് സംഖ്യാപുസ്തകം ഇല്ലേ? ആവർത്തനം. അതിനകത്ത് പറഞ്ഞ വ്യവസ്ഥ എങ്ങനെയൊക്കെയാണ് വചനം ഗ്രഹിക്കേണ്ടത് എന്ന് നമ്മളിന്ന് വായിച്ചു കേട്ടു. അപ്പോൾ ആ വചനം ആ കേട്ടതുപോലെ നമ്മൾ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ വചനം എഴുതപ്പെടും. ആ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് മാംസം ധരിച്ചൊരു ശിശുവായി മാറും. ഈ ശിശുവിനെ നമ്മൾ രഹസ്യമായി വളർത്തണം. അത് അടുത്ത ഡിസംബർ മാസം 25-ാം തീയതി ഇന്ന് വചനിപ്പിൽ രഹസ്യമായി ജനിക്കുന്ന യേശു കുഞ്ഞിനെ അന്ന് നമുക്ക് വെളിയിൽ കാണാനോ കാണിക്കാനോ സാധിക്കും. ആ ഭാഗ്യം നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്കിപ്പോൾ ഇന്നത്തെ വചനിപ്പിൻ്റെ വചനം അനുസരിക്കാനുള്ള കൃപ ആർജിക്കുവാനും നമ്മൾ പിശാചിൻ്റെ വചനം ശ്രദ്ധിച്ചതിൻ്റെ ശാപം തീരാനും അപകടകരമായൊരു വചനിപ്പ് ഏദൻ തോട്ടത്തിൽ നടന്നുകൊണ്ടാണ് ആദാമിനും ഹവ്വയ്ക്കും പാതാളത്തിൽ പോകേണ്ടി വന്നത്. നമ്മളും നമ്മുടെ പൂർവ്വരും അപകടകരമായ പിശാചിൻ്റെ വചനിപ്പിന് വിധേയരായി പിശാച് പറഞ്ഞ ബോഷ്ക്ക് വിശ്വസിച്ചവരായാണ് പാപം ചെയ്യുന്നത്. പാപം ചെയ്യുന്നതിന് മുമ്പ് ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെയും ബോഷ്ക്ക് വിശ്വസിച്ചിട്ടുണ്ട്. ആ ബോഷ്ക്ക് വിശ്വസിച്ചതിന് ഫലമായി നമ്മുടെ ഉള്ളിൽ പാപവും മരണവും കയറി വന്നിട്ടുണ്ട്. അതിന് പരിഹാരം വരുത്തിയിട്ട് വേണം നമുക്ക് ഇന്നത്തെ രക്ഷാകരമായ വചനിപ്പ് നടക്കാൻ. രക്ഷാകരമായ വചനിപ്പിന് തടസ്സം നിൽക്കുന്ന അപകടകരമായ വചനിപ്പിൻ്റെ കെടുതികൾ മാറ്റാൻ വേണ്ടി ഇപ്പോൾ സഭ പുരോഹിതന്മാരിലൂടെ നമ്മുടെ തലയിൽ കൈവച്ച് ശുദ്ധീകരണ പ്രക്രിയ നടത്തുകയാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുമ്പോട്ട് വരാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
കർത്താവായ യേശുമിശിഹായുടെ ജീവൻ നൽകുന്നതായ വിശുദ്ധ സുവിശേഷം ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന രക്ഷയുടെ അറിയിപ്പുകാരനായ വിശുദ്ധ മർക്കോസിൽ നിന്നും ലൂക്കോസിൽ നിന്നും. വിശുദ്ധാകന്യറിയാവുന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ വചനിപ്പ് പെരുന്നാളിൽ ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള ഭാഗത്ത് പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം ആദ്യം വായിച്ചിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട ഭാഗം വായിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗത്തിന്റെ ഉദ്ദേശം ഇതാണ്: നമുക്കും ദൈവേഷ്ടം ചെയ്യാമെങ്കിൽ മാതാവിനോളം ദൈവസന്നിധിയിൽ മാനം ലഭിക്കും, ബഹുമാനം ലഭിക്കും എന്നുള്ള കാര്യമാണ്. മാതാവ് വചനമനുസരിച്ച് അങ്ങനെ വചനം മാംസമാക്കി രക്ഷകനെ ലോകത്തിന് സംഭാവന ചെയ്തതുപോലെ നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ യേശുവിന് ജനിക്കുവാൻ നമ്മളെ വിട്ടുകൊടുത്ത് നമ്മൾ കേൾക്കുന്ന വചനം മാംസം ധരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഉദരത്തിലും നമ്മുടെ ജീവിതത്തിലും കർത്താവിന് സ്ഥാനമുണ്ടായാൽ മാതാവിനെ കർത്താവ് എടുത്തുകൊണ്ട് പോയതുപോലെ നമ്മളെ എടുത്തുകൊണ്ട് പോയി കല്യാണ മണ്ഡപത്തിൽ മണവാട്ടിയാക്കുമെന്നുള്ള പ്രത്യാശയാണ് ഈ വേദഭാഗം വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കുവാൻ ആളയച്ചു. ജനം അവനെ ചുറ്റുമായി ഇരിക്കുകയായിരുന്നു. വിളിക്കുവാൻ ചെന്നവർ അവനോട്, ഇതാ നിന്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, എൻ്റെ മാതാവാരെ എൻ്റെ സഹോദരന്മാരുമാരെ എന്ന് ചോദിച്ചു. പിന്നെ തൻ്റെ അടുത്ത് ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, ഇതാ എൻ്റെ മാതാവ്, ഇതാ എൻ്റെ സഹോദരന്മാർ, എന്നാൽ ദൈവേഷം ആചരിക്കുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും മാതാവും അരുളി ചെയ്തു. അങ്ങനെ മാതാവിനെ ഏറ്റവും അധികം ദൈവേഷം ചെയ്തയാളായിട്ട് കർത്താവ് അഭിനന്ദിച്ചു, പ്രശംസിച്ചു. മാതാവിനെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ദൈവസന്നിധിയിൽ മാതാവുണ്ട്. അതുപോലെ നമ്മളെയും ഇതാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നമ്മളെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വചനം മാതാവ് എങ്ങനെ കേട്ടോ അതുപോലെ നമ്മൾ കേൾക്കാൻ ആദ്യമായി കൃപായുഗത്തിൽ കൃപ നിറഞ്ഞ വചനം കേട്ട മാതാവിൻ്റെ ആ വചനിപ്പിൻ്റെ ദിവസം നടന്ന സംഭവം, ആ ചരിത്ര സംഭവം നമ്മൾ ഒരിക്കൽ കൂടെ ഇപ്പോൾ വായിച്ചു കേൾക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് 1:26 മുതൽ 38 വരെ. എലിസബത്ത് ഗർഭിണിയായതിൻ്റെ 6-ാം മാസത്തിൽ ഗലീലായിലെ നസറേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യോസേഫ് എന്ന പേരുള്ള ഒരുവനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയാം എന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ ചെന്നവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. അവളവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ അഭിവാദനം എന്താകുന്നു എന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയാമേ, ഭയപ്പെടേണ്ട, എന്നാൽ ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേര് വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനെ കൊടുക്കും. യാക്കോബിന്റെ ജനത്തിന്മേൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയാം മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായി അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് അറിയപ്പെട്ടിരുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ വചനം കേട്ടപ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയാണ്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കേട്ട വചനം മാംസം ധരിക്കാൻ തുടങ്ങി. മാതാവിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ ആരംഭിച്ചു. നമ്മുടെയും ദേഹിയുടെ മണ്ഡലമാകുന്ന കന്യക ഇപ്പോൾ ഒത്തൊരുമിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തോളാം, യേശുവിന്റെ മനുഷ്യാവതാരം ഞങ്ങളിൽ തുടരട്ടെ, അത് 1000 തലമുറകൾക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന മാതാവിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട അമ്മമാരായി തീരുവാൻ ഞങ്ങളുടെ കന്യകമാരായിരിക്കുന്ന ദേഹികളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്താൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്.
നമ്മുടെ സ്വയപരിശോധനാ സഹായിയിൽ ഒരു പ്രാർത്ഥന നടത്തിയത് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ പ്രാർത്ഥന ഏറ്റിയല്ല. എൻ്റെ വചന കേൾവിയുടെ കുറവുകൾ പരിഹരിക്കുവാൻ സ്വയപരിശോധനയ്ക്ക് സഹായിക്കണമേ. ഇന്ന് എൻ്റെ വചന കേൾവി പ്രയോജനപ്പെടുവാനുള്ള ശ്രദ്ധയും ഒരുക്കവും ഭക്തിയും എത്ര ശതമാനമായിട്ടുണ്ട്? അതിന് മറുപടി ദൈവാത്മാവ് നിങ്ങളോട് പറയണം. അതിന് മറുപടി കിട്ടാനായിട്ട് ഇന്ന് എൻ്റെ വചന കേൾവി പ്രയോജനപ്പെടുവാനുള്ള ശ്രദ്ധയും ഒരുക്കവും ഭക്തിയും എത്ര ശതമാനമായിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടി ദൈവം നമുക്ക് തരട്ടെ. അത് 100% നമ്മൾ കന്യാമറിയാമിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. അതിൽ കുറവാണെങ്കിൽ ആ കുറവ് പരിഹരിച്ചിട്ട് ഇന്നെങ്കിലും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെങ്കിലും ആ അനുഭവം നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനയോടെ ഈ കൂടെ നമുക്ക് ചെല്ലണം. എൻ്റെ ഹൃദയത്തിൽ വീണ വചനമാകുന്ന വിത്തുകൾ നല്ല ഫലം നൽകാതെ പോയതിൽ ഞാൻ ദുഃഖിക്കുന്നു. ആ ദുഃഖം ഇപ്പോൾ പാപദിന പ്രാർത്ഥനയാക്കി മാറ്റുവാൻ ഒരിക്കൽ കൂടെ പാപദിന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ധൂപപ്രാർത്ഥനയിൽ കർത്താവും മാതാവും എലിസബത്തും സക്കറിയായും വചനിപ്പിൽ വിജയിച്ച് 100% യേശുവിനെ വളർത്തിയ എല്ലാ വിശുദ്ധന്മാർ ശുദ്ധിയോടും ഈ പെരുന്നാൾ സംബന്ധിക്കാൻ വന്നിട്ടുണ്ട്. ഈ ധൂപപ്രാർത്ഥനയിൽ സംഭവിക്കേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്നത്തെ വചനിപ്പ് പെരുന്നാളിലെ വചന ശുശ്രൂഷയ്ക്കിടയിൽ ഗബ്രിയേൽ മാലാഹ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ ജനിച്ച കാര്യവും കൂടെ പറഞ്ഞു. ഇത് രണ്ടും ഒന്നിച്ച് നമ്മൾ ഓർക്കുകയാണെന്ന്. മാലാഹ പറഞ്ഞത്, നിന്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് അറിയപ്പെട്ടിരുന്നവർക്ക് ഇത് 6-ാം മാസമാണ്. അപ്പോൾ വചനിപ്പ് പെരുന്നാളിൽ വചനം മാംസം ധരിച്ച് ഒരു ശിശുവായി മാതാവിൽ ജനിക്കാൻ പോകുന്നു, ജനിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല 6 മാസം മുമ്പ് നടന്ന ഒരു കാര്യം കൂടെ ആ സമയത്ത് ഓർപ്പിച്ചത് എന്തിനാണ്? ഈ പൈതങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ യേശു കുഞ്ഞിനെ വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരുന്ന യോഹന്നാൻ സ്നാപകന്റെ ജനന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൂചന മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷെ ആ സൂചനയെ പ്രാർത്ഥിച്ച് മാതാവ് പ്രയോജനപ്പെടുത്തുന്ന കാര്യം നമ്മളുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം അതാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് വചനം നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ യേശു കുഞ്ഞിനെ സ്വീകരിക്കാൻ മാത്രമല്ല, ആ സ്വീകരിക്കുന്ന കുഞ്ഞിനെ വളർത്താൻ പറ്റിയ കൂട്ടായ്മയും കൂടെ നമുക്ക് തരും. അതുകൊണ്ടാണ് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. എവിടെ എഴുതിയിരിക്കുക? എബ്രായ ലേഖനത്തിൽ വായിച്ചു കണ്ടുപിടിച്ചു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കാൻ സാധ്യതയുള്ള 2 കാര്യമായത്. ഈ 2 കാര്യം കൊണ്ട് മാത്രമേ നമ്മളിലൂടെ ഉള്ളിൽ ജനിക്കുന്ന യേശു കുഞ്ഞ് വളരുകയുള്ളൂ. യേശു കുഞ്ഞ് വളരണമെങ്കിൽ നല്ല കൂട്ടായ്മ വേണം, നല്ല നന്മ പ്രവർത്തിക്കുന്ന ഒരു കൂട്ട് വേണം നമുക്ക്. നമ്മളുടെ മാമോദിസയിൽ ജനിച്ച യേശു കുഞ്ഞ് ഇതുവരെയും ശരിക്കും വളരാത്തതും അനേകർക്ക് യേശു കുഞ്ഞിനെ കാണാനൊക്കാത്തതിൻ്റെ കാര്യം ഈ കാര്യത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു. പരിശുദ്ധ കന്യാമറിയാം 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ പള്ളിയിൽ താമസിച്ചു, പ്രായപൂർത്തിയായി. മറിയാമിന്റെ ശരീരവും പ്രായപൂർത്തിയായി, ദേഹിയും പ്രായപൂർത്തിയായി. ഇപ്പൊ ശരീരം പ്രായപൂർത്തിയായതുകൊണ്ടാണ് ഇനിയും പള്ളിയിൽ താമസിക്കാനൊക്കുകയില്ല. ആ വീട്ടിൽ നിന്ന് വിവാഹ നിശ്ചയം ചെയ്ത് യോസേപ്പിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഇടയ്ക്കുള്ള ഇടവേളയിലാണ് ഈ വചനിപ്പ് നടക്കുന്നത്. ആ സമയം കന്യാമറിയാമിന്റെ ദേഹിയുടെ മണ്ഡലവും വചനത്തിൽ വേരൂന്നി വളർച്ച പ്രാപിച്ച് പുഷ്പിച്ചിരുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു ചെടിയാണെന്നും ആ ചെടി യേശുവിൽ വേരൂന്നി വളർന്നാൽ നമുക്ക് പുഷ്പിച്ച് യേശുവിൻ്റെ പൂമ്പടി വീഴുന്ന പുണ്യപുഷ്പമായി നമുക്ക് വളരാൻ സാധിക്കും. അപ്പം യേശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ യേശുവിൽ തന്നെ വേരൂന്നിയാണോ ജീവിക്കുന്നത്? കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്. ആ കാർത്തിൽ ഓർമ്മയുണ്ടോ? യേശുവിൽ വേരൂന്നി വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവഞ്ഞിരിക്കണമെന്നൊരു വചനം ആദ്യം ഓർമ്മയുണ്ടോ? അതെവിടെയാണ്? കന്യാമറിയാമിന് 12-ാം വയസ്സിൽ ശരീരം പ്രായപൂർത്തിയായി, ദേഹിയും പ്രായപൂർത്തിയായി. ആ ദേഹിയുടെ മണ്ഡലം പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന വചനങ്ങളിലെല്ലാം വേരൂന്നിയിരുന്ന ഹൃദയമാണ്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള എല്ലാ വചനങ്ങളും തൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രവചനങ്ങളുടെ നിവൃത്തി ആവശ്യമാണെന്ന് മനസ്സിലായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കന്യാമറിയാമിന്റെ ഹൃദയം ഈ വചനങ്ങളിൽ വേരൂന്നി ആ പ്രവചന നിവൃത്തിക്കായി പ്രാർത്ഥിച്ച ആളാണ്.
കൊലോസ്യ ലേഖനം എത്ര അധ്യായത്തിലാണ് വേരൂന്നുന്ന കാര്യം? കൊലോസ്യ ലേഖനം ഉള്ളവർക്ക് എടുക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ എത്രാം വാക്യത്തിലാണ് വേരൂന്നുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? എത്രയാ? 6-ാം വാക്യം. എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ഏഴാം വാക്യത്തിൽ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന ഭാവിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചതിനൊത്തവണ്ണം വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് സ്തോത്രത്തിൽ മുഴുകിയിരിക്കും. ഈ കാര്യങ്ങൾ 100% അനുസരിച്ച ആള് പരിശുദ്ധ കന്യാമറിയാവാം. കന്യാമറിയാവിന് കൃപ നിറഞ്ഞിട്ട് കന്യാമറിയാം പള്ളിയിൽ താമസിച്ച 9 വർഷവും അവിടെ കേട്ട വചനം മുഴുവനും, അവിടെ വായിച്ച വചനം മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, വേരൂന്നിക്കൊണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ നാരായ വേര് ഇപ്പൊ എവിടാ? നാരായ വേരും പച്ച വേരെന്ന് പറഞ്ഞാൽ 2 വേരുകളുണ്ട്. ബോട്ടണി പഠിക്കുന്ന പിള്ളേർക്ക് അറിയാവുന്ന അറിയില്ലേ? പഠിച്ചിട്ടുണ്ടോ? നാരായ വേര് നേരെ താഴോട്ട് പോകുന്നതാണ്. അതിന് വെള്ളം ഉള്ളണം വരെ ഇങ്ങനെ പോകുന്നത്. പച്ച വേര് സൈഡിലേക്ക് പോയി വളമുള്ളത് വലിച്ചെടുക്കുക. അങ്ങനെ നാരായ വേരും പച്ച വേരും വെള്ളവും വളവും തപ്പി നടക്കും. അത് വെള്ളം ഉള്ളടം വരെ പോകുന്ന പറയും. അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ആ വേരുകൾക്ക്. വെള്ളം ഉള്ളടം വരെ തപ്പിപ്പോകാനായിട്ടുള്ള കഴിവ് വേരുകൾക്കുണ്ട്. പ്രകാശം ഉള്ളടം വരേക്കും ചെരിഞ്ഞു പോകാനുള്ള കഴിവ് ഇലകൾക്കുമുണ്ട്. ഹൈഡ്രോട്രോപ്പിസം എന്നും ഫോട്ടോട്രോപ്പിസം എന്നൊക്കെ അതിൻ്റെ പേര്. ബോട്ടണി പഠിച്ചിട്ടുണ്ടോ? ഹൈഡ്രോട്രോപ്പിസവും ഫോട്ടോട്രോപ്പിസവും ഒക്കെ അതിന് പഠിക്കാൻ പോവാം. അപ്പോൾ അന്ന് പറഞ്ഞിരിക്കും ഇങ്ങനെ 2 സ്വഭാവം ഈ ചെടികൾക്കുണ്ട്. ഒരു വലിയ ചെടിയുടെ വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് വേറെ കൊച്ചു വൃക്ഷം നിൽക്കുന്നെങ്കിൽ അത് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യും? വളഞ്ഞു പോയി വെട്ടം പ്രകാശം കിട്ടുന്നിടത്ത് പോയി നിൽക്കുന്നതാണ്. അതുപോലെ ഈ 2 സ്വഭാവം വചനം ധ്യാനിക്കുന്നവർക്കുണ്ടായിരിക്കും. വചനം ധ്യാനിക്കുന്നവർ ജീവജലം കിട്ടുന്നവർ വരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ജീവപ്രകാശം കിട്ടുന്നവരെയും തപ്പി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ സങ്കേത ഭവനത്തിൽ ഇന്ന് ഈ ഉച്ചയാകാറായ സമയം നിങ്ങൾ എത്തിച്ചിരിക്കുന്ന ഈ 2 പ്രതിഭാസമാണ്. നിങ്ങളുടെ യേശു കുഞ്ഞുള്ളതുകൊണ്ടാണ് ഈ കൂട്ടായ്മയ്ക്കൂടെ വന്നിരിക്കുന്നത്. യേശു കുഞ്ഞുള്ളവരാണ്, അതൊരു ഭാഗ്യമാണ്. യേശു കുഞ്ഞുള്ളവരെല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുക. നമ്മുടെ വേരിങ്ങനെ കർത്താവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവിലും വിശുദ്ധന്മാരിലും നമ്മുടെ വേരിറക്കാൻ സാധിക്കും. യേശു വചനം സ്വീകരിച്ച് വിശുദ്ധരായവരിലേക്ക് പച്ചുവേര് പോവുക, നാരായ പേര് കർത്താവിലേക്കും പോവുക. ഈ 2 വേരുകളും കർത്താവിലും വിശുദ്ധന്മാരിലും പറ്റി പിടിച്ചിരിക്കാമെങ്കിൽ ആർക്കും നമ്മളെ വാട്ടാനൊക്കുകയില്ല, ആർക്കും നമ്മളെ ഉണക്കാനൊക്കുകയില്ല. നമ്മൾ ഉണങ്ങിപ്പോകുന്നെങ്കിൽ വാടിപ്പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ വേര് വേറെ എങ്ങാണ്ടൊക്കെയാണ് പോയിരിക്കുന്നത്, അസ്ഥാനത്താണെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ വചന പെരുന്നാൾ ആ കൃപ ഇപ്പോൾ യാചിക്കാൻ പോവാണ്. പരിശുദ്ധ കന്യാമറിയാവിന് ആ കൃപ ലഭിച്ചു. ദൈവത്തിൽ വേരൂന്നിക്കൊണ്ടിരുന്നു. ദൈവവചനം പൂർണ്ണമായി തന്നെ സ്വീകരിച്ചു. വചനം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ച് ആ കന്യാഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന സ്ത്രീയുടെ സർപ്പത്തെ തലയിക്കുന്ന ആ പ്രവചനം നടപ്പിലാകണം. അത് നടപ്പിലാകണം, എനിക്കത് കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടാണ് മറിയാമിൻ്റെ അടുത്ത് മാലാഖ വന്നത്. മറിയാമിന് വചനിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഏകാന്തതയുണ്ടായി. എന്തായിരുന്നു ആ ഏകാന്തത? ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ അകത്തെ അവസാനത്തെ വാക്യം മാലാഖ വിട്ടേച്ചങ്ങ് പോയെന്ന. ഏതാ? എത്രാമത്തെ വാക്യം? 38-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 1:38. അപ്പോ നിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ കർത്താവാകത്തോണ്ട് കയറി മാലാഖ അങ്ങ് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വരും. ഇപ്പൊ മാലാഖ അടുത്ത് നിൽക്കുന്നൊരു കാലമുണ്ട്, മാലാഖ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമുണ്ട്. കർത്താവ് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മാലാഖ അവിടെ നിൽക്കുക, മാറിക്കളി. മാലാഖയ്ക്ക് അവിടെ സ്ഥാനമില്ല. മാലാഖയുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഒടേക്കാരനകത്ത് കയറിയാൽ പിന്നെ ആരും അടുത്ത് നിൽക്കണം വേണ്ട. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒടേക്കാരൻ നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ വേറെ ആരും ഇവിടെ നിൽക്കാൻ, എല്ലാവരെയും മാറ്റിയേക്കണം, എല്ലാവരും മാറിയേക്കണം. പലരും ചവിട്ടിത്തൂത്ത് പിന്നെ നിൽക്കും. അത് ഈ കർത്താവിന് ദോഷമാണ്. അതുകൊണ്ട് നമ്മൾ ആസ്ഥാനത്ത് തന്നെ നിന്നേക്കരുത്. കാര്യം കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിട്ടോണം. യേശു കുഞ്ഞ് വളർന്നോട്ടെ. ആ ഒരു കാര്യവിചാരക ബോധം വേണം. യേശു കുഞ്ഞിന് വളരാനാണ് എല്ലാവരും. യേശു കുഞ്ഞിൻ്റെ വകയാണ്, യേശുവിന് വേണ്ടിയാണ്. അപ്പം ഞാൻ യേശു കുഞ്ഞിന് വളരാനോ യേശു കുഞ്ഞിന് ജനിക്കാനോ ഞാൻ തടസ്സമാകല്ലേ. അത് സംഭവിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും സഹായം ചെയ്തു കൊടുക്കാം. കാര്യം കഴിഞ്ഞാൽ ഞാനങ്ങ് മാറിക്കൊടുത്തോളാം, നിങ്ങൾ ജീവിച്ചോളാൻ പറയാം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നാകേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യം, അപ്പൻ്റെ അമ്മയുടെ ആവശ്യം, അമ്മായിപ്പൻ്റെ അമ്മായിമ്മയുടെ ഒക്കെ ആവശ്യമാണ്. പിന്നെ അവിടെ പോയി ചവിട്ടി തോന്നി നിൽക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്. അവരൊരു കൊല്ലം സന്തോഷിക്കട്ടെ. അപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരു കൊല്ലം സന്തോഷിക്കാൻ എല്ലാ ബന്ധുമിത്രാദികളും സമ്മതിച്ചിട്ട് വല്ല ഉണ്ടേച്ചങ്ങ് നടന്നു പോകണം. അവർ മണവരെ കയറിട്ട് സന്തോഷിക്കട്ടെ. എന്താ? അപ്പോൾ ആ ഒരു നീതിബോധം നമുക്ക് വേണം. ആ ഉചിതവും ചന്തവുമായ കാര്യങ്ങളൊക്കെ നടക്കണേ. പിന്നെ ആർക്കും തടസ്സം ഉണ്ടാകരുത്. അമ്മായിമ്മ പോരും, നാത്തും പോരും,
അതിലൊക്കെ ഒരു അപ്പൻ പോരും അമ്മ പോരും ആയിട്ട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ഈ സന്ദേശത്തിൽ നോക്കിയിട്ടിരിക്കുന്ന കാര്യം. മറിയാം പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വകയാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചിരിക്കുന്ന കല്യാണം അല്ല നടക്കേണ്ടത്. ആ പരിശുദ്ധാത്മാവ് വന്ന് ഞാൻ യേശുക്കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മ, അങ്ങനെയാണ് എല്ലാം അങ്ങോട്ട് പോട്ടെ, യേശു എനിക്ക് മതിയെന്ന് പറഞ്ഞു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാലാഹ സ്ഥലം വിട്ടു. മാലാഹ പോയ പിന്നെ അകത്തുള്ള യേശു മാത്രമേ നമ്മുടെ കൂടെ. ആ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ യേശുവിനെ തിരിച്ചറിയുന്നവരുമായിട്ടാണ് കൂട്ടായ്മ. അതാരാ? ഈ യേശു കുഞ്ഞിനെയും മാതാവിനെയും മനസ്സിലാക്കാൻ കഴിയുള്ള ഏക സ്ത്രീ അപ്പം പിന്നെ ആരാ? എലിസബേത്താ. ആ എലിസബേത്തിന്റെ കാര്യം പറഞ്ഞു. എലിസബേത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് മാലാഹ പറഞ്ഞു. ആ കാര്യം അറിഞ്ഞാൽ മതി. അപ്പം യേശു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ യേശു കുഞ്ഞിനെ വളർത്താൻ പറ്റിയ കൂട്ടായ്മ എവിടെയാണെന്നുള്ളത് ദൈവാത്മാവിനോട് ചോദിച്ച് അവിടേക്ക് പോയിക്കോണം. എത്ര ദൂരെയാണേലും പോകണം. അതാണ് സങ്കേതപട്ടണവും സങ്കേതഭവനം എന്നൊക്കെ ചെയ്യുന്ന പണി എലിസബേത്തും മറിയാമും കൂടെ കണ്ടുമുട്ടി. എത്ര മാസം താമസിച്ചു? 3 മാസം. 90 ദിവസം നീണ്ടുന്ന കൂട്ടായ്മയാണ് ഈ 2 പിള്ളേരുടെയും നല്ല ശോഭനമായ ഭാവിക്ക് ഉതകിയത്. 2 പേരും നിവൃത്തിയായെന്ന് പറഞ്ഞു പോയി. ആർക്ക് ശല്യം വരുത്തിയിട്ടില്ല. വേല തികച്ചു പോയി. ഇതുപോലെ നമ്മളും നമ്മുടെ മക്കളും വേല തികച്ചിട്ട് നിവൃത്തിയായെന്ന് പറഞ്ഞു പോയി ജന്മസാവലിനോട് ഇണമെങ്കിൽ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് മാതാവ് എലിസബേത്തിന്റെ അടുത്തേക്ക് പോയതുപോലെ നമ്മൾ ആരാധന സ്ഥലത്തേക്കും കൂട്ടായ്മയ്ക്കും ധ്യാനത്തിനും പോയാൽ യേശുക്കുഞ്ഞ് വളർന്നോളും. അവൻ നമ്മളെ എടുത്തുകൊണ്ട് പോകോളും. അവൻ നമ്മളെ കല്യാണം കൊണ്ടതിലെത്തിക്കും. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി നമ്മുടെ യേശുക്കുഞ്ഞിനെ അറിയാവുന്നവരൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ വരാൻ പോകാം. യേശുക്കുഞ്ഞിനെ അറിയാവുന്നവരെ, യേശുക്കുഞ്ഞിനെ വളർത്തിയിട്ടുള്ള വിശുദ്ധന്മാർ, ശുദ്ധികളും മാലാഖമാരും എല്ലാവരും കൂടെ വന്ന് നമ്മുടെ യേശുക്കുഞ്ഞിനെ വളർത്താനുള്ള കൂട്ടും കൂട്ടായ്മയും തരികയാണ്. അതിന് ഉപപ്രാർത്ഥന നടത്തുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ വർഷത്തെ വചനിപ്പ് പെരുന്നാളിൽ നമുക്ക് സംബന്ധിക്കുവാൻ ഭാഗ്യം തന്ന കർത്താവിന് നന്ദി പറയാം. ഈ വചനിപ്പ് പെരുന്നാളിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലമാകുന്ന ആ വൃക്ഷത്തിൽ അല്ലെങ്കിൽ ആ ചെടിയിൽ ആദ്യമായി വചനമാകുന്ന പൂമ്പടി വീണ് പരാഗണം നടന്ന കുറേ പേര് ഇതിനകത്തുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. അവരെ കാണുവാൻ കർത്താവ് വാത്സല്യത്തോടെ വന്നെന്ന് പറഞ്ഞപ്പോൾ പാട്ട് പാടിയത്. അങ്ങനെ കർത്താവിൻ്റെ വചനം ഉള്ളിൽ ഉൾക്കൊണ്ട് യേശു കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരെ കാണാൻ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. സ്വർഗത്തിലെ അപ്പച്ചന് ഭയങ്കര വാത്സല്യമാണ് അവർ. സ്വർഗത്തിലെ അപ്പച്ചൻ വാത്സല്യത്തോടെ ഈ മക്കളെ, മരുമക്കളെ, കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം പൂർണ്ണതയിലെത്താൻ നമുക്ക് തുടർന്ന് നമ്മുടെ ജീവിതയാത്ര തുടരാം. അങ്ങനെ രഹസ്യമായ യേശു കുഞ്ഞ് വളർന്നോട്ട്. അടുത്ത ഡിസംബർ മാസം 25 മറ്റുള്ളവർ കണ്ടാൽ മതി. അതുവരെ കാണണ്ട, രഹസ്യമായിരുന്നോട്ട്. ആത്മാവിൻ്റെ സ്കാനിങ് മെഷീനുള്ളവർക്ക് കാണാം. എലിസബേത്തിന് യേശു കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞു. യോഹന്നാനും കഴിഞ്ഞു. തുള്ളിച്ചാടുകയും ചെയ്തു. അങ്ങനെ കൂട്ടായ്മയിൽ നടക്കേണ്ട ഒരു സംഭവം ഇതാണ്. മറ്റുള്ളവരുടെ ഉള്ളിൽ യേശു കുഞ്ഞിനെ കണ്ട് തുള്ളിച്ചാടണം. നമ്മുടെ യേശു കുഞ്ഞ് നല്ല ആരോഗ്യമായിരിക്കും. അപ്പം നമ്മുടെ യേശു കുഞ്ഞിന് ആരോഗ്യമില്ലാത്തതിൻ്റെ കാര്യം എന്നാ? യേശു കുഞ്ഞിന് തുള്ളിച്ചാടാൻ നമ്മൾ അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ ഗർഭത്തിൽ കിടക്കുന്ന കാലത്ത് നല്ലപോലെ തുള്ളിച്ചാടിയാൽ നല്ല ആരോഗ്യമായിരിക്കും പിള്ളേർക്ക്. എന്താ, അവർ തന്നെ പഠിച്ചോളും, തന്നെ ജോലി കണ്ടുപിടിച്ചോളും, തന്നെ റിട്ടയർ ചെയ്യും, പെൻഷനും വാങ്ങിച്ചോളും. ആർക്കും ഒരു ശല്യം കാണുകയില്ല. എന്താ, അപ്പോൾ യേശു കുഞ്ഞിനെ ശരിക്കൊന്ന് വളർത്തിയാൽ മതി. യേശു കുഞ്ഞിനെ വളർത്തുന്ന കൂട്ടായ്മ കണ്ടുപിടിച്ചോണ്ട് പോകണം. അത് എത്ര ദൂരെയാണേലും പോയി കണ്ടുപിടിച്ചോണം. നമുക്ക് വേണ്ടി ദൈവം ഒരു കൂട്ടായ്മ എവിടെയെങ്കിലും കരുതിക്കണം. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും, ചിലർ നമ്മളെ അടുത്തേക്ക് വന്നിരിക്കും. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി, കൂട്ടായ്മ ഉണ്ടാകും. ഏതായാലും മാതാവ് എലിസബത്തിൻ്റെ അടുത്തോട്ട് പോകുമായിരുന്നു എളുപ്പം. കാരണം ബാബും വല്യമ്മച്ചി ഇങ്ങോട്ട് വരുന്ന ഇച്ചിരി വിഷമമല്ലേ, അതുകൊണ്ട് അങ്ങോട്ടങ്ങ് പോയി. അപ്പോൾ അതുപോലെ സൗകര്യപ്രദം ആയിട്ട് ഒന്നുകിൽ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക. അങ്ങനെ ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്ത് നമ്മളൊന്നിച്ചു കൂടിയാൽ യേശു വളർന്നോളും, യേശു പ്രത്യക്ഷപ്പെടും. നമ്മുടെ യേശുവിനെ കാണാൻ ഒത്തിരി പേര് വരും. നമ്മുടെ ഉള്ളിൽ യേശു ഉള്ള കാര്യം പലരും മനസ്സിലാക്കും. നമ്മുടെ വീട് കപ്പർനാഹൂം പോലെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്ന സ്ഥലമായിട്ടങ്ങ് മാറും. അതായിരിക്കട്ടെ നമ്മുടെ ലാക്ക്. അങ്ങനെ നമ്മൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുത്തെ 40-ാം വെള്ളിയാഴ്ച, അതിനുശേഷമുള്ള ശനിയാഴ്ച, ഓശാന ഞായറാഴ്ച, അതിനുശേഷമുള്ള പരിപാടിയെല്ലാം ഭംഗിയായി നടത്താൻ നിങ്ങൾ പ്രാർത്ഥിച്ചു വരാൻ പോകുന്നു. നന്ദി പറയുന്നു. രക്ഷാനുഭവത്തിൽ ബുധനാഴ്ച ക്യൂമിനിക്കൽ ധ്യാനം നടത്താൻ മുമ്പ് വന്നതായ പ്രൊഫസർ ജോസഫ് നൈനാൻ തിരുവനന്തപുരത്ത് നിന്ന് വരാൻ നേരിട്ടുണ്ട്. അദ്ദേഹം വന്ന് 9 മണി മുതൽ 1 മണി വരെയുള്ള ധ്യാനം നടത്തി നമുക്ക് രക്ഷാനുഭവത്തിലെ പെസഹ കുർബാന അനുഭവിക്കാനുള്ള ഒരുക്കത്തിന് അത് സഹായകരമാകുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ പതിവ് പോലെയുള്ള പരിപാടികളൊക്കെ അനുഗ്രഹകരമായി നടത്തുന്നതിന് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, കൂനിയായ സ്ത്രീക്ക് 18 കൊല്ലം പള്ളിയിൽ പോയതിന് അവാർഡ് കൊടുത്ത ദിവസമാണ്. 18 കൊല്ലം മുടങ്ങാതെ പള്ളിയിൽ വന്ന് ആർക്ക് ശല്യം കൊടുക്കാതെ കൂനിയായതുകൊണ്ട് പുറയിൽ പോയിരുന്നേച്ച് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയി. സ്വർഗത്തിലെ ബാങ്കിൽ തന്നെ ബഹുത്വ ശക്തി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 18 കൊല്ലം കഴിഞ്ഞപ്പം ബാങ്ക് മാനേജർ പറഞ്ഞു കൂന് നോർത്താനുള്ള ശക്തി ആയിട്ടുണ്ട്.
അപ്പോൾ കർത്താവ് വിളിച്ചു വരുത്തി, മാനേജർ വിളിച്ചു വരുത്തി, നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഇത്രയായിട്ടുണ്ട്, അതിൻ്റെ പലിശയും അതിൻ്റെ തുകയെല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുവാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുക. എന്താ? നിങ്ങളുടെ കൂന് ബന്ധന വഴിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഉതകുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു വരുത്തി അവൾക്ക് കൂന് നോർത്തി അവൾ ദൈവത്തെ സ്തുതിക്കുന്നവളായി, കർത്താവിൻ്റെ സാക്ഷിയായി. ഇങ്ങോട്ട് വന്ന പോലെയല്ല അങ്ങോട്ട് പോയത്. അങ്ങനെ അനുഗ്രഹം കിട്ടിയ കാര്യം എല്ലാ കൊല്ലവും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഓരോ കൊല്ലത്തെ ധ്യാനം പുത്തനായിരിക്കും. യേശു കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഈ വചനത്തിന് പുത്തൻ പുത്തൻ മുഖങ്ങളുണ്ടെന്നുള്ളതാണ് വേദോത്സവത്തിൻ്റെ പ്രത്യേകത. വേദോത്സവം ഒരിക്കലും പഴയ പുസ്തകം ആകയില്ല, എന്നും പുത്തൻ പുസ്തകമായിരിക്കും. നമ്മുടെ പ്രായമനുസരിച്ച്, നമ്മുടെ വളർച്ച അനുസരിച്ച് ഇതിനകത്ത് സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കിയാട്ട് ഈ ധ്യാനമന്ദിരത്തിൽ എല്ലാ കൊല്ലവും ഈ വചനം പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം പറഞ്ഞതല്ല ഈ കൊല്ലം പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം വചനിപ്പ് പെരുന്നാൾ നടത്തി, ഇതൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. പക്ഷേ വചനിപ്പ് പെരുന്നാളാണ്. വളരുന്നതനുസരിച്ച്, വരുന്ന ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് സന്ദേശങ്ങൾ അതിന് പുതുമയുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതൊരു പരീക്ഷണം നടത്താൻ വേണ്ടി ഈ നാളെ മുതലുള്ളതായ സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നാളത്തെ കൂനിയായ സ്ത്രീയുടെ ആ സന്ദേശം വളരെ ചുരുക്കിയായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് സന്ദേശങ്ങൾ കാണും. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആയിരിക്കില്ല. കാരണം രാവിലെ 7 തൊട്ട് തുടങ്ങിയിട്ട് 9:30 തീർക്കും. അപ്പോൾ 7 തൊട്ട് 9:30 വരെ വരുന്നവർക്ക് നാളത്തെ സന്ദേശം അതുപോലെ ആയിരിക്കും. അത് എനിക്ക് വേറൊരിടത്ത് ധ്യാനം നടത്താനും ധ്യാനത്തിൽ സംബന്ധിക്കാനും പോകാനുണ്ടെന്ന കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നാളത്തെ സന്ദേശമായിരിക്കും തിങ്കളും ചൊവ്വായും ബുധനും വ്യാഴവും ഇല്ല. ഒറ്റ കാര്യം, കൂനിയായ സ്ത്രീയുടെ കൂന് മാറിയ കാര്യം ഓരോ വർഷം ധ്യാനിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ പോവാം. കേട്ടിട്ടുണ്ടോ? കേൾക്കണമെങ്കിൽ നാളെ ശാലം കേൾക്കും. തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം എല്ലാം ഇങ്ങനെ ഓരോ വർഷത്തെ ധ്യാന സന്ദേശം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അത് വെബ്സൈറ്റിലും കാണും ആ കാര്യം. എന്തിനാണെന്നറിയാം? കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ, താരതമ്യ പഠനം നടത്താൻ. അങ്ങനെ താരതമ്യ പഠനം നടത്തുമ്പോൾ അടുത്ത് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ വേറെയുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ നടന്ന ധ്യാന സന്ദേശങ്ങൾ മുഴുവൻ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അത് ടേപ്പ് റെക്കോർഡിലുണ്ട്, അത് മറ്റ് പല CD-കളിലുണ്ട്, പലയിടങ്ങളിൽ കിടപ്പുണ്ട്. തപ്പിപ്പിടിച്ച് കേൾക്കാമെങ്കിൽ അറിയാം ഓരോ വർഷത്തെ പ്രത്യേകത, നമ്മൾ എന്തുമാത്രം വളർന്നു എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രായക്കാർക്കും എല്ലാ കൊല്ലവും എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ സന്ദേശങ്ങൾ അതിന് പുതുമയുള്ളതായിരിക്കും. അത് കേൾവിക്കാർക്കും ദൈവമക്കൾക്കും വളരാൻ പറ്റുന്നില്ല, അതിനകത്തുണ്ടായിരിക്കും. ആത്മീയ വർധനയ്ക്ക് ഉതകുന്നത് പാലായിട്ട് അത് വന്നുകൊണ്ടിരിക്കും. അത് നല്ല ആഹാരമായി വരും, അത് ആയുധമായി വരും. പലതരത്തിൽ ഇത് പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കണ്ടറിയാൻ വേണ്ടി നാളത്തെ സന്ദേശം വളരെ ചുരുക്കമായിരിക്കും. നേരത്തെ തീർക്കേണ്ടത് നേരത്തെ തീർത്തിട്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ കമ്പ്യൂട്ടറിൽ ഓൺ ചെയ്ത് നോക്കിയാൽ ഓരോ വർഷത്തെ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. വിഷയം ഒന്നാണെങ്കിലും ഓരോ വർഷവും അതെങ്ങനെ അവതരിപ്പിച്ചെന്ന് കണ്ട് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് പ്രവർത്തിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും സഹകരിച്ചും കൂട്ടായ്മ അയച്ച് യേശു കുഞ്ഞിനെ വളർത്തി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.